അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വഉസല്ലി വഉസല്ലിമു അലൽ മബഊസ് റഹ്മത്തൻ ലിൽ ആലമീൻ നബീന വഹബീബിന മുഹമ്മദിൻ വആലിഹി വസ്വഹാബത്തിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 57-ാം അധ്യായം സൂറത്തുൽ ഹദീദിലെ 1 മുതൽ 8 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തത്. അൽഹംദുലില്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാനിലേക്ക് ക്ഷണിക്കുമ്പോൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ആ പ്രവാചകനിൽ വിശ്വസിച്ചുകൂടാ? മാത്രമല്ല, നിങ്ങളുടെ സൃഷ്ടിപ്പിൻ്റെ ആരംഭത്തിൽ അള്ളാഹു നിങ്ങളിൽ നിന്ന് കരാറ് വാങ്ങുകയും ചെയ്തിരിക്കുന്നു. ഈ കാര്യം ചോദിച്ചുകൊണ്ടാണ് 8-ാമത്തെ ആയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള വചനങ്ങളിൽ എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്ന് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. هو الذي ينزل على عبده آيات بينات ليخرجكم من الظلمات إلى النور وإن الله بكم لرؤوف رحيم. وما لكم ألا تنفقوا في سبيل الله ولله ميراث السماوات والأرض لا يستوي منكم من أنفق من قبل الفتح وقاتل أولئك أعظم درجة من الذين أنفقوا من بعد وقاتلوا وكلا وعد الله الحسنى والله بما تعملون خبير. من ذا الذي يقرض الله قرضا حسنا فيضاعفه له وله أجر كريم. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഹുവ അവൻ, അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലദീ അവൻ യാതൊരുവനാണ്, യുനസ്സിലു അലാ അബ്ദിഹി തൻ്റെ അടിമയുടെ മേൽ അവതരിപ്പിക്കുന്നു. നസ്സല യുനസ്സിലു തൻസീലൻ, നസ്സല യുനസ്സിലു തൻസീല അവതരിപ്പിക്കുക. അലാ അബ്ദിഹി അവൻ്റെ അടിമയുടെ മേൽ എന്താണ് അവതരിപ്പിക്കുന്നത്? ആയാത്തിൻ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ, വചനങ്ങൾ. ബയ്യിനാത്തിൻ വ്യക്തതയുള്ള, ബയ്യിനത്ത് എന്ന് പറഞ്ഞാൽ വ്യക്തതയുള്ളത്, ബയ്യിനാത്ത് വ്യക്തമായ ആയാത്തുകൾ. എന്തിനാണ് അള്ളാഹു വ്യക്തമായ ആയത്തുകൾ അവതരിപ്പിക്കുന്നത്? ലിയുഖ്രിജക്കും നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. അഖ്റജ യുഖ്രിജു ഇഖ്റാജ പുറത്തു കൊണ്ടുവരിക. ലിയുഖ്രിജക്കും നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി. മിനൽ-ളുലുമാതി ഇലൻ-നൂർ, ളുൽമത്തിൻ്റെ ജംആണ് ളുലുമാത്ത്, ഇരുട്ടുകൾ എന്നാണ് അർത്ഥം.
ളുൽമത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ട്, ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ ഇരുട്ടുകൾ. ഇരുട്ടുകളിൽ നിന്ന് ഇല അന്നൂർ പ്രകാശത്തിലേക്ക്, നൂർ പ്രകാശം. വ ഇന്നല്ലാഹ ബിക്കും നിശ്ചയമായും അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ തീർച്ചയായും റഊഫുൻ. റഊഫുൻ എന്ന ഒരു വേർഡല്ല, രണ്ട് വാക്കാണ്. ഇത് ലാമു തഅക്കീദ് എന്ന് പറയും. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ വേണ്ടിയുള്ളതാണ്. ഉദാഹരണത്തിന് റഹീം, കരുണയുള്ളവൻ. റഹീമുൻ നിശ്ചയം കാരുണ്യമുള്ളവനാണ്, അതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ റഊഫുൻ അള്ളാഹു ദയാലുവാണ്. റഅഫ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം കരുണ കാണിക്കുന്നതിനാണത് പറയുന്നത്. റഅഫ യർഅഫു റഅഫതൻ, റഅഫ യർഅഫു റഅഫതൻ, ദയ കാണിക്കുക, കരുണ കാണിക്കുക. റഊഫ് എന്ന് പറഞ്ഞാൽ പരമദയാലു, വളരെയധികം വാത്സല്യവും കാരുണ്യവും കാണിക്കുന്നവൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ഇസ്മാണ് റഊഫുൻ റഹീമുൻ. അവൻ ദയാലുവും കാരുണ്യവാനുമാകുന്നു. റഹീം എന്ന് പറഞ്ഞാൽ സൂ റഹ്മ, കരുണയുള്ളവൻ. റഹിമ യർഹമു റഹ്മതൻ വറുഹ്മ, റഹിമ യർഹമു റഹ്മതൻ, കരുണ കാണിക്കുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദയാലുവും കരുണ കാണിക്കുന്നവനുമാകും. ഈ ആയത്ത് വളരെയധികം ഗൗരവത്തിൽ വിശ്വാസികളും മനുഷ്യരും എടുക്കേണ്ട ഒരായത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പറയുന്നത് ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമയുടെ മേൽ ഇറക്കുന്നു. ഇവിടെ അലാ മുഹമ്മദിൻ എന്ന് പറയാതെ അലാ അബ്ദി, അള്ളാഹുവിൻ്റെ അടിമയുടെ മേൽ എന്ന് പറഞ്ഞത് ശ്രദ്ധേയമാണ്. സൂറത്തുൽ ബഖറയിലും കാണാം വഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ, നമ്മുടെ അടിമയുടെ മേൽ നാം അവതരിപ്പിച്ചതിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറയുന്നിടത്തൊക്കെ അള്ളാഹു അബ്ദ് എന്ന വേർഡാണ് ഉപയോഗിച്ചത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അവിടെയും ഇസ്രാഇനെ കുറിച്ചാണ് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകിയ കറാമത്തിനെ കുറിച്ചാണ് പറയുന്നത്. അവിടെയും അബ്ദ് എന്ന വേർഡാണ് ഉപയോഗിച്ചത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, എത്ര ഉയർന്ന പദവി അള്ളാഹു സൃഷ്ടികൾക്ക് നൽകിയാലും അപ്പോഴൊക്കെയും അവർ അടിമ എന്ന അവസ്ഥയിൽ നിന്ന് ഉയരുന്നില്ല. മാത്രമല്ല, ഒരു വ്യക്തിയുടെ മഹത്വം വർദ്ധിക്കുന്നത് അടിമത്വത്തിൻ്റെ വർധനവിലാണ്. ഉബൂദിയ്യത്ത് വർദ്ധിക്കുമ്പോഴാണ്, അഥവാ അള്ളാഹുവിനോടുള്ള ഉബൂദിയ്യത്ത്, അടിമത്വം വർദ്ധിക്കുമ്പോഴാണ് ആ അടിമയുടെ മഹത്വം എന്ത് ചെയ്യുന്നത്? കൂടുന്നത്. അനുസരണക്കേട് കാണിക്കും തോറും ഈ ഉബൂദിയ്യത്തിൽ കുറവ് വരികയാണ് ചെയ്യുക. ഭൂമിയിലുള്ള ഉദാഹരണം എടുത്താൽ തന്നെ ഒരു മുതലാളിയുടെ കീഴിൽ ഒരു അടിമയുണ്ടെങ്കിൽ ആ അടിമ എത്രമാത്രം മുതലാളി പറയുന്നത് അനുസരിക്കുന്നുണ്ടോ അത്രമാത്രം അയാൾക്ക് ആ അടിമ പ്രിയപ്പെട്ടവനായിരിക്കും. എന്നാൽ ആ മുതലാളി പറയുന്നതൊക്കെ അധികവും അനുസരണക്കേട് കാണിക്കുന്ന ഒരാളാണെങ്കിൽ അവർ തമ്മിലുള്ള ഗ്യാപ്പും വർദ്ധിക്കും. അപ്പോൾ അള്ളാഹുവിലേക്ക് അടുക്കുന്നത് ഉബൂദിയ്യത്തിൽ വർധനവുണ്ടാകുമ്പോഴാണ്. എത്ര കണ്ട് അള്ളാഹുവിനെ അനുസരിക്കുന്നുവോ അത്ര കണ്ട് അള്ളാഹുവിന് ഖുർബ് വർദ്ധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സാമീപ്യം വർദ്ധിക്കും. അസ്സലാമു അലൈക്കും വബറകാതുഹു. അതുകൊണ്ടാണ് ഷറഫാക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വം പറയുന്നിടത്തൊക്കെ അബ്ദ്, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനോട് ഏറ്റവും അധികം അടിമത്വമുള്ള സൃഷ്ടിയാണ് എന്ന് മാത്രമല്ല, ഒരിക്കലും തന്നെ കറാമാത്തുകളും മുഅ്ജിസാത്തുകളും എത്ര ഉണ്ടെങ്കിലും അവർ ആരാധിക്കപ്പെട്ടുകൂടാ എന്ന സന്ദേശവും ഇതിലുണ്ട്. ഇന്നമാ അന അബ്ദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും പറയും
ഞാനൊരടിമയാണ്, അതുകൊണ്ട് ഖൂലൂ, നിങ്ങൾ എന്നെക്കുറിച്ച് പറയണം അബ്ദുല്ലാഹി വ റസൂലുഹു, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ് ആദ്യം, രണ്ടാമതാണ് ഞാൻ റസൂല്. അതുകൊണ്ട് ഉബൂദിയത്ത് അതാണ് എൻ്റെ സ്വഭാവം. അതുകൊണ്ട് ഇലാഹിയത്ത് ഒരിക്കലും നിങ്ങൾ എനിക്ക് കൽപ്പിക്കരുത്, ആരാധ്യത കൽപ്പിക്കരുത്, അത്തരത്തിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് വരരുത്. ഇങ്ങനെ ഒരുപാട് ആശയങ്ങൾ നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ആയത്തുകളിൽ അബ്ദ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഹുവല്ലദീ യുനസ്സിലു അലാ അബ്ദിഹി, തൻ്റെ അടിമയുടെ മേൽ അള്ളാഹുവാകുന്നു അവതരിപ്പിക്കുന്നത്. എന്താണ് അവതരിപ്പിക്കുന്നത്? ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ ആയാത്തുകൾ എന്ന് പറഞ്ഞാൽ ഖുർആനിക വചനങ്ങളിൽ എവിടെയും തന്നെ അവ്യക്തത കാണാൻ കഴിയില്ല, വൈരുദ്ധ്യങ്ങളും കാണാൻ കഴിയില്ല. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. അല്ലാഹു അല്ലാത്തവരിൽ നിന്നായിരുന്നു ഈ ഖുർആനിൻ്റെ അവതരണമെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അഭിപ്രായ ഭിന്നതകൾ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ അതിൽ കാണാമായിരുന്നു. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയില്ല. കാരണം വൈരുദ്ധ്യങ്ങൾ വരുമ്പോഴാണ് ആശയക്കുഴപ്പമുണ്ടാകുന്നത്. അവ്യക്തത വരുന്നത് വൈരുദ്ധ്യമുണ്ടാകുമ്പോഴാണ്. വൈരുദ്ധ്യമില്ലെങ്കിൽ അവ്യക്തതയില്ല. കിതാബുൻ മുബീൻ, ഖുർആനിനെക്കുറിച്ച് ഖുർആനിൽ ധാരാളം സ്ഥലത്ത് അല്ലാഹു പറഞ്ഞത് കിതാബുൻ മുബീൻ, കാര്യങ്ങൾ വ്യക്തമാക്കുന്ന ഗ്രന്ഥം എന്നാണ്. വബയ്യിനാത്തിൻ മിനൽ ഹുദാ, സന്മാർഗത്തിൻ്റെ വ്യക്തമായ വിശദീകരണം. വൽ ഫുർഖാൻ, സത്യാസത്യ വിവേചനവും. തിബിയാനൻ ലികുല്ലി ഷൈ, എല്ലാറ്റിനുമുള്ള വിശദീകരണം. തഫ്സീലൻ ലികുല്ലി ഷൈ, എല്ലാറ്റിനുമുള്ള വ്യാഖ്യാനം. വലാ യഅ്തൂനക ബിമസലിൻ ഇല്ലാ ജിനാക ബിൽ ഹഖ് വ അഹ്സന തഫ്സീറ, ഏറ്റവും നല്ല തഫ്സീർ. അപ്പോൾ ഖുർആൻ സ്വയം തന്നെ തഫ്സീറാണ്. അൽ ഖുർആൻ യുഫസ്സിറു ബഅ്ദുഹു ബഅ്ദാ, ഖുർആനിലെ ഒരായത്ത് മറ്റൊരായത്തിന് വ്യക്തത നൽകുന്നതാണ്. അതുകൊണ്ടാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുമ്പോൾ ചില സ്വഹാബികൾ ഖദറിനെക്കുറിച്ച് സംസാരിക്കുകയും തർക്കിക്കുകയുമായിരുന്നു. ഇന്ന് ആയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ മറ്റൊരു സ്വഹാബി, അല്ല ഈ ആയത്തിൽ ഇങ്ങനെയാണല്ലോ പറയുന്നത്, അവർ തർക്കിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്താണ് അങ്ങോട്ട് കയറി വന്നത്. അള്ളാഹുവിൻ്റെ റസൂലിന് ദേഷ്യം പിടിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, ഇതിനാണോ നിങ്ങൾ നിയോഗിക്കപ്പെട്ടത്? അതുകൊണ്ട് ഒരിക്കലും ഖുർആനിലെ ഒരായത്തിനെ കൊണ്ട് നിങ്ങൾ മറ്റൊരായത്തിനെ ഗണ്ഡിക്കരുത്. മറിച്ച് റസൂലുള്ള പറഞ്ഞു, ഖുർആനിലെ ഒരായത്ത് മറ്റൊരായത്തിനെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ തർക്കത്തിൻ്റെ വിഷയമില്ല. ഒരായത്ത് മറ്റൊരായത്തിനെ വ്യാഖ്യാനിക്കുന്നു, വിശദീകരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഖുർആനിൽ തർക്കിക്കരുത്. ഒരായത്തിനെ മറ്റൊരായത്ത് കൊണ്ട് നിങ്ങൾ തർക്കിക്കരുത്. മറിച്ചൊരായത്തിനെ മറ്റൊരായത്ത് കൊണ്ട് മനസ്സിലാക്കുകയാണ് വേണ്ടത്, വിശദീകരിച്ച് മനസ്സിലാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആയാത്തിൻ ബയ്യിനാത്തിൻ, അതിലെ ആയത്തുകളൊക്കെ വളരെ വ്യക്തമാണ്. ഈ വ്യക്തമായ ആയാത്തുകൾ എന്തിനാണ് പ്രവാചകൻ്റെ മേൽ അവതരിപ്പിച്ചു കൊടുത്തത്? അതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ലിയുഖ്രിജകും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് നിങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. ഇവിടെ ലുലുമാത്ത് എന്നത് ബഹുവചന രൂപത്തിലും നൂർ എന്നത് ഏകവചന രൂപത്തിലും പറഞ്ഞിരിക്കും. കാരണം അന്ധകാരത്തിൻ്റെ വഴികൾ എമ്പാടുമുണ്ട്. അതുകൊണ്ടാണ് സൂറത്തുൽ അൻആമിൽ കാണാം, വ അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, ഇതാകുന്നു എൻ്റെ മുസ്തഖീമായ സിറാത്ത്, ഫത്തബിഉ, നിങ്ങൾ അതിനെ ഫോളോ ചെയ്യണം. പിന്നെ പറഞ്ഞു വലാ തത്തബിഉ സുബുല, നോക്കൂ സബീലിൻ്റെ ജംആണെന്ത്? സുബുലുൻ, വഴികൾ. അപ്പോൾ അള്ളാഹുവിൻ്റെ വഴിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സിറാത്തി ഏകവചന രൂപത്തിലാണ് പറഞ്ഞത്. വലാ തത്തബിഉ സുബുല എന്ന് പറഞ്ഞപ്പോൾ ബഹുവചന രൂപത്തിലാണ് പറഞ്ഞത്. കാരണം ശരിയായ ദീനിൽ നിന്ന് തെറ്റി ഒരുപാട് ദർശനങ്ങളും വഴികളും ഉണ്ടാകും, അതിനെ പിൻപറ്റരുത്. എന്നിട്ട് വീണ്ടും പറയുന്നു, നോക്കൂ, അങ്ങനെ ചെയ്താൽ ഫതഫറഖ ബികും അൻ സബീലിഹി, അവിടെ ഏകവചനമാണ്. അള്ളാഹുവിൻ്റെ സബീൽ, അല്ലാത്തതൊക്കെ സുബുല്, വഴികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ ഒന്നുകൂടി വ്യക്തമാക്കി, സതഫ്തരിഖു ഉമ്മത്തി അലാ 73 ഫിർഖ
കുല്ലുഹും ഫിന്നാരി ഇല്ലാ വാഹിദ. എൻ്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും, 72 നരകത്തിലാണ്, ഒന്നൊഴികെ. അപ്പോൾ ശരിയായ വഴിയിൽ നിന്ന് തെറ്റിയത് 72 അപ്പോൾ അതൊരുപാടുണ്ട്. എന്നാൽ ഏകമാർഗം എന്നുള്ളത് അത് ഇല്ലാ വാഹിദ, ഒന്ന് മാത്രമേ ഉള്ളൂ. അതാണ് അന്നൂർ എന്ന് പറഞ്ഞ ഈ ഒരു വഴി. അല്ലാത്തതൊക്കെ 72 പറഞ്ഞ ലുലുമാത്തുകളാണ്. ഈ 72 ലുലുമാത്തുകളാണത്. അപ്പോൾ ലിയുഖ്രിജക്കും, നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി, മിനല്ലുലുമാതി ഇലന്നൂർ, അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ വേദഗ്രന്ഥത്തിൻ്റെ അവതരണമെന്നാണ്. സൂറത്ത് ഇബ്രാഹിം തുടങ്ങുന്നതും അങ്ങനെയാണ്. കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജന്നാസ മിനല്ലുലുമാതി ഇലന്നൂർ. നബിയെ, ഈ ഗ്രന്ഥം താങ്കൾക്ക് അവതരിപ്പിച്ച് തന്നത് ഇരുട്ടിൽ നിന്ന് ജനങ്ങളെ പ്രകാശത്തിലേക്ക് കൊണ്ടുവരാനാണ്. ബഹുദൈവാരാധനയാകുന്ന ഇരുട്ട്, ദൈവനിഷേധമാകുന്ന ഇരുട്ട്, അള്ളാഹുവിൻ്റെ അസ്മാകളിലും സിഫാത്തുകളിലും വ്യതിയാനം സംഭവിച്ചിട്ടുള്ള ഇരുട്ടുകൾ, അധാർമികതയുടെ, അസാംസ്കാരിക പ്രവണതകളുടെ, തോന്നിവാസങ്ങളുടെ, വൃത്തികേടുകളുടെ ഇരുട്ടുകൾ, ഇങ്ങനെയുള്ള എന്തെല്ലാം ഇരുട്ടുകളുണ്ടോ ആ ഇരുട്ടിൽ നിന്ന് തൗഹീദിൻ്റെ, ഈമാനിൻ്റെ, ഇഖ്ലാസിൻ്റെ, തഖ്വയുടെ പ്രകാശത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവരാൻ, മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ സമാധാനത്തെ കെടുത്തിക്കളയുന്ന ഒട്ടനവധി ചിന്തകളിൽ നിന്ന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് മാത്രം ഹൃദയം ശാന്തമായി തീരുന്ന ദിക്റിൻ്റെ വെളിച്ചത്തിലേക്ക്. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കുന്ന കാര്യങ്ങൾ 10,000-ആണ്. പക്ഷേ മനുഷ്യനെ സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? ദിക്റുല്ലാഹ്, ദിക്റുല്ലാഹ്. അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ദിക്റുന്നാസി ദാഉൻ വ ദിക്റുല്ലാഹി ദവാഉൻ. ദിക്റുന്നാസി ദാഉൻ, മനുഷ്യരെക്കുറിച്ചുള്ള ചിന്തകൾ രോഗമാണ്, അതിൻ്റെ മരുന്ന് ദിക്റുല്ലാഹ്, ദിക്റുല്ലാഹി ദവാഉൻ. അള്ളാഹുവിനെക്കുറിച്ച് ഓർക്കൽ ദവാ ആണ്, മരുന്നാണ്. എന്നാൽ ജനങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്, ആളുകളിലാണ് പ്രതീക്ഷയെങ്കിൽ അത് രോഗമാണ്. അപ്പോൾ ഇപ്രകാരം എല്ലാ നിലക്കുമുള്ള ഇരുട്ടിൽ നിന്ന് തൗഹീദിൻ്റെ വെളിച്ചത്തിലേക്ക്, തവക്കുലിൻ്റെ വെളിച്ചത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരുന്ന ദൗത്യമാണ് പരിശുദ്ധ ഖുർആനിനുള്ളത്. അപ്പോൾ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് കാണിക്കുന്ന ഔദാര്യത്തെ കാണിക്കും. മനുഷ്യരോട് അല്ലാഹു കാണിക്കുന്ന ഔദാര്യത്തിൽ വെച്ച് ഏറ്റവും വലിയ ഔദാര്യം അവർക്ക് മാർഗദർശനം നൽകുന്നു എന്നതാണ്. ഏത് വിഷയങ്ങളിലും വഴി കാണിക്കുന്നു എന്നതാണ്. അതുകൊണ്ടാണ് ഇത് പറഞ്ഞ ഉടനെ തന്നെ പറഞ്ഞത് വ ഇന്നല്ലാഹ ബിക്കും, നിശ്ചയം അള്ളാഹു നിങ്ങളുടെ കാര്യത്തിൽ ലറഊഫുൻ, അങ്ങേയറ്റം ദയാലുവാണ് റബ്ബ്, റഹീമുൻ, കാരുണ്യവാനുമാണ്. നോക്കൂ, ആ 2 ഇസ്മുകളും ഒത്താൽ അങ്ങേയറ്റത്തെ കാരുണ്യമെന്നാണ് കിട്ടുക. റഫത്ത് എന്ന് പറഞ്ഞാൽ റഹ്മത്ത് എന്ന് തന്നെയാണ് അർത്ഥം. എന്നാൽ റഹ്മത്തിനേക്കാൾ കുറച്ചുകൂടി അലിവും ആർദ്രതയും തോന്നുന്ന അത്തരമൊരർത്ഥം സൂചിപ്പിക്കുന്ന വേർഡാണ് റഅഫ, ദയാലു, പരമദയാലു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം റഅഫത്തുണ്ട്, റഹ്മത്തുണ്ട്. അതിൻ്റെ ഭാഗമാണ് ഈ ഖുർആൻ. നമ്മൾ കഴിഞ്ഞ ചില അധ്യായങ്ങളിൽ പഠിച്ചു, അർ റഹ്മാനു അല്ലമൽ ഖുർആൻ. അള്ളാഹു പരമകാരുണ്യകനാണ്, അതുകൊണ്ട് അവൻ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നു. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് സൂറത്തുൽ അഹ്സാബിൽ പറയുന്നത് ഹുവല്ലദീ യുസല്ലി അലൈക്കും വ മലായികതുഹു ലിയുഖ്രിജക്കും മിനൽ-ളുലുമാതി ഇലൻ-നൂർ. അള്ളാഹുവും മലക്കുകളും നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നു. അവിടെ മലക്കുകളുടെ സ്വലാത്ത് വ്യക്തമാണ്, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ സ്വലാത്ത് സനാഉഹു ഫിൽ മലഇൽ അല, മലഉൽ അലയിൽ മലക്കുകളോട് അള്ളാഹു സംസാരിക്കലാണത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല യുസല്ലി അലൈക്കും, നിങ്ങളുടെ മേൽ സ്വലാത്ത് നേരുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്വലാത്ത് അടിമകൾക്ക് വേണ്ടിയുള്ള അനുഗ്രഹങ്ങൾ നൽകലും റഹ്മത്ത് നൽകലും അതിനുള്ള തൗഫീഖ് നൽകലും അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കലുമാണ്. എന്തിന്? ലിയുഖ്രിജക്കും മിനൽ-ളുലുമാതി ഇലൻ-നൂർ, നിങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി. അപ്പോൾ മനുഷ്യ സമൂഹം എല്ലാ ഇരുട്ടുകളിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരണം എന്നത് ആരുടെ തീരുമാനവും ആരുടെ കാരുണ്യത്തിൻ്റെ ഭാഗവുമാണ്? അള്ളാഹുവിൻ്റെ.
പക്ഷേ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അതറിയുന്നില്ല. അപ്പോൾ ഈ ഖുർആൻ എന്നത് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ റഅഫത്തിൻ്റെയും റഹ്മത്തിൻ്റെയും അടയാളമാണ്. ഏത്? നമ്മുടെ മുന്നിലിരിക്കുന്ന അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആൻ. ഇതിനെ ആരാണോ മുറുകെ പിടിക്കുന്നത് അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ അഭയം തേടിയിരിക്കും. ഇതിനെ ആരാണോ കൈയൊഴിയുന്നത് അവർ അള്ളാഹുവിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് വേണ്ടതില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിനെ മുറുകെ പിടിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത അള്ളാഹുവിൻ്റെ ചോദ്യം, വമാലക്കും, നിങ്ങൾക്കെന്തു പറ്റി? വമാ ലക്കും, എന്താണ് നിങ്ങൾക്ക്? അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ വഴിയിൽ നിങ്ങൾ എന്താണ് ചിലവഴിക്കാത്തത്? അൻഫഖ യുൻഫിഖു ഇൻഫാഖൻ, ചിലവഴിക്കുക. അൻഫഖ യുൻഫിഖു ഇൻഫാഖൻ അല്ലാ തുൻഫിഖൂ, നിങ്ങൾ എന്തുകൊണ്ട് ചിലവഴിക്കുന്നില്ല? ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ. ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ എന്താണ് ചിലവഴിക്കാത്തത്? വലില്ലാഹി, അള്ളാഹുവിനുള്ളതാകുന്നു മീറാസു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും വിറാസത്ത്. മീറാസ് എന്ന് പറഞ്ഞാൽ വരിസ എന്ന വാക്കിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. വരിസ യരിസു വിർസൻ വ ഇർസൻ വ വിറാസ. വരിസ എന്ന് പറഞ്ഞാൽ അനന്തരമായി എടുക്കുക. വരിസ യരിസു വിർസൻ വ ഇർസൻ വ വിറാസ, അനന്തരം. മീറാസ് എന്ന് പറഞ്ഞാൽ അനന്തരമായി എടുക്കുന്നത്. മീറാസ് അതിൻ്റെ ഇസ്മാണ്, അനന്തരമായി എടുക്കുന്നത്. മീറാസു സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരം ആർക്കാണ്? അള്ളാഹുവിനാണ്. ലാ യസ്തവി, ഒരുപോലെയല്ല. ഇസ്തവ യസ്തവി ഇസ്തിവാഅൻ, ഒരുപോലെയാവുക. ലാ യസ്തവി മിൻകും, നിങ്ങളിൽ നിന്ന് ഒരുപോലെയാവുകയില്ല. ആര്? മൻ അൻഫഖ, ചെലവഴിച്ചവൻ. മിൻ ഖബ്ലിൽ ഫത്ഹി, ഫത്ഹിന് മുമ്പ് ചെലവഴിച്ചവൻ. ഫത്ഹ് എന്ന് പറഞ്ഞാൽ വിജയം. ഫത്ഹ് വിജയം. മിൻ ഖബ്ലിൽ ഫത്ഹി, വിജയത്തിന് മുമ്പ് ചെലവഴിച്ചവരും. വഖാതല, യുദ്ധം ചെയ്തവരും ഒരുപോലെയല്ല. ഖാതല യുഖാതിലു മുഖാതലതൻ വഖിതാല, ഖാതല എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക. യുഖാതിലു മുഖാതലതൻ വഖിതാല വഖാതല. ഉലായിക, അക്കൂട്ടർ, അഥവാ ഫത്ഹിന് മുമ്പ് ചെലവഴിച്ചവർ, ഫത്ഹിന് മുമ്പ് യുദ്ധത്തിലേർപ്പെട്ടവർ. അഅ്ളമു ദറജതൻ, മഹത്തായ ദറജയിലാണ്. അഅ്ളമു ദറജതൻ, അളീം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്തായത്. അളുമ എന്ന് പറഞ്ഞാൽ വലുതാവുക. അളീം ഏറ്റവും വലുത്. അഅ്ളം എന്ന് പറഞ്ഞാൽ സൂപ്പർലറ്റീവ് ഡിഗ്രിയാണ്. അതിൻ്റെ മേലെ വേറൊരു ദറജയില്ല. അതിൻ്റെ മേലെ വേറൊരു ദറജയില്ല. അതാണ് അഅ്ളമു ദറജതൻ, വമ്പിച്ച ദറജ. ആരേക്കാൾ? മിനല്ലദീന അൻഫഖൂ, ചെലവഴിച്ചവരേക്കാൾ. മിൻ ബഅദു, ഐ മിൻ ബഅദിൽ ഫത്ഹി, ഫത്ഹിന് ശേഷം ചെലവഴിച്ചവരേക്കാൾ. വഖാതലു, യുദ്ധം ചെയ്തവരേക്കാളും. വകുല്ലൻ, ഇനി രണ്ട് ടീമാണെങ്കിലും, ഫത്ഹിന് മുമ്പാണെങ്കിലും ശരി ഫത്ഹിന് ശേഷമാണെങ്കിലും ശരി. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, അള്ളാഹു എല്ലാവർക്കും നല്ലത് ഓഫർ ചെയ്യുന്നുണ്ട്. വഅദ യഇദു വഅദൻ, വഅദ എന്ന് പറഞ്ഞാൽ വാഗ്ദത്തം. വഅദ യഇദു വഅദൻ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു നല്ലത് ഓഫർ ചെയ്യുന്നുണ്ട്. വല്ലാഹു, നിശ്ചയമായും അള്ളാഹു ബിമാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഖബീർ. ദൂ ഖിബ്റ, ഖബീർ എന്ന് പറഞ്ഞാൽ ദൂ ഖിബ്റ, അതീവ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. ഈ ആയത്ത് യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം ചെലവഴിക്കാൻ വേണ്ടി നമ്മെ പ്രോത്സാഹിപ്പിക്കും. കഴിഞ്ഞ ചില ആയത്തുകളിൽ നമ്മൾ മനസ്സിലാക്കി, ഒരാൾ സത്യവിശ്വാസിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ കാണുന്ന അടയാളം എന്താണ്? അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കുക. ഈമാനും ധനം ചെലവഴിക്കലും തമ്മിൽ അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വസ്സദഖത്തു ബുർഹാനുൻ, ഐ ബുർഹാനുൻ. സദഖ എന്ന് പറഞ്ഞാൽ ബുർഹാൻ, തെളിവാണ്. ഏത് വിഷയത്തിലുള്ള തെളിവാണ്? അല ഈമാനിഹി, അയാളുടെ ഈമാനിന്.
ഒരാളുടെ ഈമാനിനുള്ള അയാൾക്ക് ഈമാനുണ്ട് എന്നതിൻ്റെ തെളിവാണെന്ത്? സദഖ. അതുകൊണ്ട് ഈ അധ്യായത്തിൽ സദഖയെക്കുറിച്ച് ധാരാളം പറയുന്നത് കാണാം. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ധനം ചെലവഴിക്കുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ഹദീദിൽ ധാരാളമായി പരാമർശിച്ചിരിക്കുന്നു. ഇവിടെ അള്ളാഹു ചോദിക്കുകയാണ്, വമാലക്കും, നിങ്ങൾക്ക് എന്തു പറ്റി? അല്ലാ തുൻഫിഖൂ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ എന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല? കാരണം ഈ ധനം മുഴുവൻ ആരുടേതാണ്? വലില്ലാഹി മീറാസു അസ്സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ള മുഴുവൻ കാര്യങ്ങളും റബ്ബിൻ്റെതാണ്. ഇതിൻ്റെ അനന്തരവും അള്ളാഹുവിനാണ്. കുറഞ്ഞ കാലം നിങ്ങളെ ഏൽപ്പിക്കുന്നു എന്ന് മാത്രം. പിന്നെന്തുകൊണ്ട് നിങ്ങൾക്ക് ചിലവഴിച്ചുകൂടാ? ഇത് നിങ്ങളുടേതല്ല, അള്ളാഹുവിൻ്റെതാണ്. ഇതൊക്കെ നിങ്ങൾ അള്ളാഹുവിന് വിട്ടേച്ചു പോകും. ഒരാൾക്കും കൊണ്ടുപോകാൻ കഴിയില്ല. ഇതിലൊന്നും ഒരാൾക്കും എടുത്തുകൊണ്ടുപോകാൻ പറ്റൂല. പിന്നെന്തുകൊണ്ട് നിങ്ങൾ ചിലവഴിക്കുന്നില്ല? മഹാനായ ഇബ്നു ജരീർ അത്തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ രേഖപ്പെടുത്തി, ലിഅന്ന ലഹു മീറാസ സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനന്തരം അള്ളാഹുവിനാകുന്നു. വഇന്നമാ ഹസ്സഹും ജല്ല സനാഉഹു ബിദാലിക അലാ ഹദ്ദിഹിം ഫഖാല ലഹും അൻഫിഖൂ അംവാലക്കും ഫീ സബീലില്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളോട് അവർക്ക് നൽകപ്പെട്ട ഓഹരിയിൽ നിന്ന് ചെലവഴിക്കാൻ പറയുന്നത് എന്തിനാണ്? ലിയകൂന ലക്കും ദുഖ്റൻ ഇൻദല്ലാഹ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരു നിക്ഷേപമായി മാറാൻ വേണ്ടിയാണ്. മിൻ ഖബ്ലി അൻ തമൂതു, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ്. വ അൻഫിഖൂ മിമ്മാ റസഖ്നാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത് ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദ്ദഖ വഅകും മിനസ് സാലിഹീൻ. നോക്കൂ, മരിക്കുന്ന സമയത്ത് മനുഷ്യൻ ആദ്യം പറയുന്ന വിഷയം എന്താണ്? ഞാൻ സദഖ ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന് സദഖയായിരുന്നു എന്ന് തിരിച്ചറിയുന്നത് മരിക്കുമ്പോഴാണ്. നോക്കൂ, നിങ്ങൾ അവിടെ അമലുകളിൽ വെച്ച് എടുത്തു പറയുന്ന അമലെന്താണ്? സദഖയാണ്. വ അകും മിനസ് സാലിഹീൻ, ഞാൻ സാലിഹീങ്ങളിൽ ഉൾപ്പെട്ടോളാം. അപ്പം മരിക്കുന്നതിന് മുമ്പ് ചെലവഴിക്കൂ എന്നാണ് പറഞ്ഞത്, നമസ്കരിക്കൂ എന്ന് പറഞ്ഞില്ല. മരിക്കുന്നതിന് മുമ്പ് നോമ്പ് നോൽക്കൂ എന്ന് പറഞ്ഞില്ല. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജ് ചെയ്യൂ എന്ന് പറഞ്ഞില്ല. അതിന് പ്രാധാന്യമില്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ഇതിൻ്റെ പ്രാധാന്യത്തിൻ്റെ ഗൗരവമാണത്. മനുഷ്യൻ മരണാനന്തര ജീവിതത്തിലേക്ക് കരുതി വെക്കുന്ന ഏറ്റവും വലിയ ശേഖരം എന്ന് പറയുന്നത് അൽ ഇൻഫാഖു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പണം ചെലവഴിക്കലാണ്. അതാണിവിടെ അദ്ദേഹം പറയുന്നത്, നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് ഇത് കൊണ്ടുപോകണം, ഇല്ലെങ്കിൽ ഈ ഹള്ള് കൊണ്ടുപോകാൻ പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും സ്വഹാബത്തിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്കാണ് സ്വന്തം ധനത്തേക്കാൾ വിട്ടേച്ചു പോകുന്ന അനന്തരാവകാശികളുടെ സ്വത്ത് ഇഷ്ടമാകുന്നത്? സ്വഹാബികൾ ഒന്നടങ്കം പറഞ്ഞു, നബിയെ, ഞങ്ങളെ സ്വത്ത് ഞങ്ങളുടേതാവുന്നത് തന്നെയാണ് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നത്. അത് അനന്തരമായി കൊടുക്കുന്നത് ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് ആ ധനത്തിൽ നിന്ന് ചെലവഴിക്കുക. അല്ലാത്തതൊക്കെ നിങ്ങൾ നിങ്ങളുടെ അനന്തരാവകാശികൾക്ക് വിട്ടേച്ചു പോകും. അതിന്നൊരു ഓഹരിയും നിങ്ങൾക്ക് കിട്ടൂല. നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ ചിലവഴിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് പറഞ്ഞു കൊടുത്തു. അതാണ് ഫലാ തഖ്ദിറു അലാ ദാലിക്. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്തിൽ ഒരവകാശം ഉണ്ടാവില്ല. അത് മകനും മകളും അല്ലാത്തവരൊക്കെ വീതിച്ചെടുക്കും, നിങ്ങൾക്ക് കിട്ടൂല. വതസീറുൽ അംവാലു മീറാസൻ ലിമൻ ലഹു സമാവാതു വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും ആധിപത്യം ആർക്കാണോ അവന് വിട്ടേച്ചു കൊടുത്തുകൊണ്ട് നിങ്ങൾ പോകേണ്ടി വരും. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ഈ സ്വത്ത് നിങ്ങളുടേത് തന്നെ ആക്കി നിലനിർത്തണം. അതിനെന്ത് വേണം? അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ ചെലവഴിക്കുകയാണ് വേണ്ടത്. മഹാനായ അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അൻഫഖൂ വലാ തഖ്ശൗ ഫഖറൻ വഇഖ്ലാല, അൻഫിഖൂ വലാ തഖ്ശൗ ഫഖറൻ വഇഖ്ലാല ഫഇന്നല്ലദീ അൻഫഖ്തും ഫീ സബീലിഹി ഹുവ മാലികുസ് സമാവാതി വൽ അർദ്. അതും വളരെ ശ്രദ്ധേയമായ ഒരു പോയിൻ്റാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, അൻഫിഖൂ, നിങ്ങൾ ചെലവഴിക്ക്, മനുഷ്യരെ ചെലവഴിക്ക്. നിങ്ങൾ വലാ തഖ്ശൗ ഫഖറൻ, നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയപ്പെടണ്ട. വ ഇഖ്ലാലൻ, കുറഞ്ഞു പോകുന്നും വിചാരിക്കണ്ട. കാരണം ഫഇന്നല്ലദീ അൻഫഖ്തും ഫീ സബീലി, ആരുടെ മാർഗത്തിലാണോ നിങ്ങൾ ചെലവഴിക്കുന്നത് അവൻ ഹുവ മാലികുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെയും ഭൂമിയുടെയും മാലിക്കാണ്. ആ റബ്ബിൻ്റെ വഴിയിൽ നിങ്ങൾ ചെലവഴിച്ചാൽ വബിയദിഹി മഖാലീദുഹാ വഇൻദഹു ഖസാഇനുഹാ,
ആകാശഭൂമികളുടെ ഖജനാവുകളും അതിൻ്റെ താക്കോലുകളും അള്ളാഹുവിൻ്റെ കൈകളിലാണ്. എന്നിരിക്കെ നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത്? പണം ചെലവഴിക്കാൻ നിങ്ങളത് ചെലവഴിച്ചോ, അള്ളാഹു ഇരട്ടി ഇരട്ടിയായി നൽകുന്നതാകുന്നു. വമാ അൻഫഖ്തും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അള്ളാഹു അവിടെ പകരം വെക്കും. അള്ളാഹു ഏറ്റവും നന്നായി നൽകുന്നവനാണ്. സൂറത്തു സബയിലെ 39. വഖാല മാ ഇൻദകും യൻഫദു വമാ ഇൻദല്ലാഹി ബാഖ്. നിങ്ങളുടെ കയ്യിലുള്ളത് തീർന്നു പോകും, അള്ളാഹുവിൻ്റെ കൈകളിലുള്ളത് ഒരിക്കലും തീർന്നു പോവുകയില്ല. ഫമൻ തവക്കല അലല്ലാഹി അൻഫഖ്. അദ്ദേഹം പറഞ്ഞ വാക്ക് ശ്രദ്ധേയമാണ്. ആരാണോ അള്ളാഹുവിൽ തവക്കുലാക്കുന്നത് അവർ പണം ചെലവഴിക്കും. തവക്കുലില്ലാത്തവനാണ് പിശുക്കനാവുക. കാരണം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാൻ പറ്റുന്നില്ല, ഇത് കൊടുത്താൽ അത് തീർന്നു പോവും, ഞാനും എൻ്റെ മക്കളും എന്താക്കും എന്ന് വിചാരിച്ച് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാതെ തന്നിൽ ഭരമേൽപ്പിക്കുമ്പോൾ അയാൾ പിശുക്കനായിത്തീരും. എന്നാൽ എൻ്റെ റബ്ബ് എനിക്കൊരു വഴി കാണിച്ചു തരും, അവൻ പകരം തരും എന്ന് തവക്കുലാക്കുന്നവനോ അവൻ ചിലവഴിക്കുകയും ചെയ്യും. വലം യഖ്ശ മിൻ ദിൽ അർശി ഇഖ്ലാലൻ വഅലിമ അന്നല്ലാഹ സയുഖ്ലിഫുഹു അലൈഹി. അർശിൻ്റെ നാഥനായ അള്ളാഹു എനിക്ക് ഒരു കുറവും വരുത്തുകയില്ല എന്നയാൾ അടിയുറച്ച് വിശ്വസിക്കും. ആ അർശിൻ്റെ നാഥനായ അള്ളാഹുവിനെക്കുറിച്ചുള്ള നല്ല ചിന്ത അയാളെ പണം ചെലവഴിക്കുന്നതിന് പ്രേരിപ്പിക്കുകയും ചെയ്യുന്നതാകുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത്, ഒമാലക്കും എന്തു പറ്റി നിങ്ങൾക്ക്, അല്ലാ തുൻഫിഖു ഫീ സബീലില്ലാഹ് വലില്ലാഹി മീറാസുസ് സമാവാതി വൽ അർദ് ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ. ഫത്ഹിന് മുമ്പ് ധനം ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവർ ഒരുപോലെയല്ല. ആരെപ്പോലെയല്ല? ഉലായിക അഅളമു ദറജത്തൻ. അവർക്ക് അഅളമായ ദറജയുണ്ട്. ഇവിടെ അർഫഉ ദറജത്തൻ എന്ന് പറയാതെ, ഏറ്റവും ഉയർന്ന ദറജ എന്ന് പറയാതെ അഅളമു ദറജ എന്ന് പറഞ്ഞു. കാരണം അളമത്ത് എന്ന് പറഞ്ഞാൽ മഹത്വത്തെ കാണിക്കുന്നതാണ്. അപ്പോൾ കേവലം ഉയർച്ചയല്ല, അതിനപ്പുറത്ത് ആ ഉയർച്ച മഹത്വമേറിയതാണ് എന്നാണ്. അതിലേറ്റവും ഉയർന്ന സ്ഥലം എന്ന് പറയുന്നത് അർശിൻ്റെ നേരെ താഴെ ജന്നാത്തുൽ ഫിർദൗസിലാണ്, സ്വർഗത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനം. അതിൻ്റെ നേരെ മേലെയാണ് അള്ളാഹുവിൻ്റെ അർശ്. അതാണ് ആ അള്ളാഹു ദറജതൻ, അതാണ് ഏറ്റവും മഹത്വമേറിയ ദറജയാണത്. മിനല്ലദീന അൻഫഖു മിൻ ബഅദു വഖാതലു. ഫത്ഹിന് മുമ്പ് ധനം ചെലവഴിക്കുകയും യുദ്ധം ചെയ്യുകയും ചെയ്തവരേക്കാൾ. ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ ഫത്ഹ് ഏതാണ്? ചില ഉലമാക്കൾ പറഞ്ഞു അതുകൊണ്ടുള്ള ഉദ്ദേശം ആമന ഫഅൻഫഖ യഖൂലു മൻ ഹാജറ ലൈസ കമൻ ലം യുഹാജിർ. ഹിജ്റ ചെയ്തവരെക്കുറിച്ചാണ്. കാരണം മുഹാജിറുകൾക്കാണ് അൻസാറുകളെക്കാൾ ശ്രേഷ്ഠത കൂടുതൽ. ഖുർആനിൽ എവിടെ നോക്കിയാലും മുഹാജിരീന വൽ അൻസാർ, മുഹാജിറുകളെ തഖ്ദീം ചെയ്തത് കാണാം, മുഹാജിറുകളെ തഖ്ദീം ചെയ്തത് കാണാം. അപ്പോൾ ഇത് ഹിജ്റക്ക് മുമ്പ് ചെലവഴിക്കുകയും ഹിജ്റക്ക് മുമ്പ് പൊരുതുകയും ചെയ്തവർ ഹിജ്റക്ക് ശേഷം പൊരുതിയവരെ പോലെയല്ല. മഅന സഹീഹാണ്. രണ്ടാമത്തെ അഭിപ്രായം, ഇതുകൊണ്ടുള്ള ഉദ്ദേശം സുൽഹുൽ ഹുദൈബിയ, ഹുദൈബിയ സന്ധിയെ സംബന്ധിച്ചാണ്. കാരണം അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീന എന്ന സൂറത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ഓതിക്കൊടുത്തത്, റസൂലുള്ളാഹിക്ക് അവതരിപ്പിക്കപ്പെട്ടത് ഹുദൈബിയ സന്ധി കഴിഞ്ഞുള്ള തിരിച്ചുള്ള യാത്രയിലാണ്. അതൊരു ഫത്ഹായിരുന്നു. അപ്പോൾ ആ ഫത്ഹിന് മുമ്പ് ധനം ചെലവഴിച്ചവർ, അഥവാ ഇസ്ലാമിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ പണം ചെലവഴിച്ചവർ, ഏറ്റവും അധികം സമ്പത്ത് ആവശ്യമുള്ളപ്പോൾ പണം ചെലവഴിച്ച ആളുകൾ, അവർക്ക് ദറജയുണ്ട്. മൂന്നാമത്തെ അഭിപ്രായപ്രകാരം ഫത്ഹു മക്ക, മക്കയെ അള്ളാഹുവിൻ്റെ റസൂൽ കീഴടക്കിയ അതിനു മുമ്പുള്ളത്, പിന്നെ ഫത്ഹു മക്കയ്ക്ക് ശേഷമുള്ളത്, അതാണ് മിൻ ബഅദു എന്ന് പറഞ്ഞത്. ഫത്ഹു മക്കയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഹുദൈബിയക്ക് ശേഷം, അല്ലെങ്കിൽ ഹിജ്റയ്ക്ക് ശേഷം. ഈ പറഞ്ഞതൊന്നും പരസ്പര വൈരുദ്ധ്യമല്ല, മറിച്ച് ഓരോന്നിൻ്റെയും മുമ്പേ ഏതെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ വരും. ഫത്ഹു മക്കയുടെ മുമ്പ് ഹുദൈബിയയാണ്, ഹുദൈബിയക്ക് മുമ്പ് ഹിജ്റയാണ്. അതോടൊപ്പം ചില ഉലമാക്കൾ പറഞ്ഞു, മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ദൈർഘ്യം ഭയന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല, ഏതൊരു ഇസ്ലാമിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൻ്റെയും തുടക്കത്തിൽ അതിലുണ്ടാവുകയും അതിനുവേണ്ടി പോരാടുകയും അതിനുവേണ്ടി പണം ചെലവഴിക്കുകയും ചെയ്തവർക്കാണ് പിന്നീട് സൗകര്യങ്ങളെല്ലാം ആയതിന് ശേഷം വന്നവരേക്കാൾ ശ്രേഷ്ഠത ഉള്ളത്. മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന് എന്തോ ഒരു വിഷയത്തിൽ ചീത്ത പറഞ്ഞു.
അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു മുഹാജിറാണ്. മക്കയിൽ വെച്ച് തന്നെ ഇസ്ലാം സ്വീകരിച്ച മഹാവ്യക്തിത്വമാണ്. ഖാലിദ് ബിനുൽ വലീദാകട്ടെ ഒട്ടനവധി യുദ്ധങ്ങളിൽ ഇസ്ലാമിനെതിരിൽ പങ്കെടുത്ത ആളാണ്. പിന്നീട് ഫത്ഹു മക്കയോടടുത്താണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. ആ ഖാലിദ് ബിനുൽ വലീദിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? ലാ തസുബ്ബു അസ്ഹാബി, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത് കേട്ടോ, എൻ്റെ സ്വഹാബത്തിനെ നിങ്ങൾ ചീത്ത പറയരുത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം ചെലവഴിച്ചാലും അബ്ദുറഹ്മാൻ ബിൻ ഔഫിനെ പോലെ, അബൂബക്കർ സിദ്ദീഖിനെ പോലെ, ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹും അവർ ചെലവഴിച്ചതിൻ്റെ ഒരു മുത്തിൻ്റെ ഒരു പിടുത്തത്തിൻ്റെ അടുത്ത് അതെത്തൂല. ആ വ്യത്യാസം നോക്കുക, ഡിഫറൻസ് നോക്കൂ. ഉഹദ് മല എത്ര വലുതാണ്, ഒരു മുത്ത് എത്ര ചെറുതാണ്. പക്ഷേ അവർ അന്ന് ചെലവഴിച്ച മുത്ത് നിങ്ങൾ പിന്നീട് ചെലവഴിച്ച ഉഹദ് പർവ്വതത്തിൻ്റെ അത്ര പോലും എത്തൂല. അഥവാ മുത്തിൻ്റെ അടുത്ത് ഈ ഉഹദ് പർവ്വതം എത്തുകയില്ല. അതാ വ്യത്യാസമാണ്. ആ നിർണായക ഘട്ടത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ, പരീക്ഷണത്തിൻ്റെ കാഠിന്യ സന്ദർഭത്തിൽ സത്യത്തിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നതാണ് ഏറ്റവും മഹനീയമായിട്ടുള്ളത്. അതേത് കാലഘട്ടത്തിലാണെങ്കിലും. അതിലേറ്റവും ശ്രേഷ്ഠത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും പിന്നീട് മുഹാജിറുകൾക്കും പിന്നീട് അൻസാറുകൾക്കും പിന്നീട് താബിഈങ്ങൾക്കും പിന്നീട് തബഉൽ അത്ബാഉകൾക്കും അങ്ങനെയുള്ള ആളുകൾക്കാണ്. ഓരോ കാലഘട്ടത്തിലും അതുണ്ടാകും എന്ന് സാരം. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലത് ഓഫർ ചെയ്യുന്നുണ്ട്. ഇത് ഖുർആനിൻ്റെ ഒരു ശൈലിയാണ്, അള്ളാഹുവിൻ്റെ ഒരു ശൈലിയാണ്. ആളുകളുടെ ദറജ പറഞ്ഞാൽ ആ ദറജ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണത് പറയുന്നത്. അതേ സമയത്ത് അത് മറ്റൊരാളുടേത് കുറച്ച് കാണിക്കാൻ വേണ്ടിയല്ല, ഒന്നിൻ്റെ വലിപ്പം പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് ഉടനെ പറയുന്നത് വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു നല്ലത് തന്നെ നൽകും ഇൻഷാ അല്ലാഹ്. ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിൻ്റെ ഓഹരി ഉണ്ടാകും. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിനുള്ള ഓഹരി ഉണ്ടാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആ ഓഹരി ഉണ്ടാവും. ആർക്കും അള്ളാഹു കുറയ്ക്കൂല. ഇതുപോലെ സ്വഹീഹായ ഒരു ഹദീസിൽ കാണാം, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈർ. ശക്തനായൊരു മുസ്ലിമാണ് ദുർബലനായൊരു മുസ്ലിമിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം. പക്ഷേ വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും ഖൈറുണ്ട്, മോശമായി കരുതരുത്, എല്ലാവരിലും ഖൈറുണ്ട്. പക്ഷേ കൂടുതൽ കരുത്തുള്ള ആളുകളെ അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമാണ്. ശരീരത്തിൻ്റെ കരുത്താണോ ഉദ്ദേശിച്ചത്? അല്ല, മറിച്ച് ഈമാനിൻ്റെ കരുത്താണ് ഉദ്ദേശിക്കുന്നത്, ശരീരത്തിൻ്റെ കരുത്തല്ല. അതുകൊണ്ടാണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാരെയാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്നാൽ ശാരീരികമായ കരുത്ത് കൂടുതൽ ആർക്കാണ്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ കരുത്തെന്താണ്? ഈമാനിൻ്റെ ശക്തിയാണ്. എന്നാൽ വഫീ കുല്ലിൻ ഖൈർ, എല്ലാവരിലും ഖൈറുണ്ട്. അത് തന്നെയാണ് ഇവിടെ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എല്ലാവർക്കും അള്ളാഹു നല്ലത് വാഗ്ദാനം ചെയ്യുന്നു. വല്ലാഹു ബിമാ തഅമലൂന ഖബീർ, അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് അതീവ സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു. അപ്പോൾ ഓരോരുത്തരുടെയും അമൽ, അത് ചെയ്ത സാഹചര്യം, അതിൻ്റെ സന്ദർഭം, അതിലേക്ക് നയിച്ച പ്രേരിപ്പിച്ച ഘടകം, ആ വിഷയത്തിൽ അവർ കാണിച്ച ഇഖ്ലാസ്, തഖ്വ, ഇതൊക്കെ ആർക്കറിയാം? അള്ളാഹുവിനറിയാം. ഒരു വേള ഒരേ സഫിൽ നിന്ന് പോരാടിയ രണ്ടാളുകളാണെങ്കിൽ പോലും ദറജയിലും പ്രതിഫലത്തിലും വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണത്? കാരണം അള്ളാഹു അവരുടെ ഹൃദയത്തിലേക്ക് നോക്കും. ഇഖ്ലാസിൻ്റെ ഘനം ആർക്കാണോ കൂടുതലുള്ളത് അവർക്ക് കൂടുതൽ പ്രതിഫലം കൊടുക്കും. കാരണം വല്ലാഹു ബിമാ തഅമലൂന ഖബീർ. 1 ദിർഹം 1,00,000 ദിർഹമിനെ മറികടന്നു എന്ന ഹദീസും നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഈ ഒരു കാര്യമാണ്. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്നത്. ഇൻഷാ അല്ലാഹ് മറ്റു ഭാഗങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം.